വിജയാഹ്ലാദത്തിന്റെ മറവിൽ താനൂരിൽ RSS നടത്തിയത് ആസൂത്രിത അക്രമമാണെന്ന് SDPI ആരോപിച്ചു. ടൗണിൽ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ചില കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും SDPI നേതാക്കൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താനൂർ ടൗണിലെ കച്ചവടക്കാരനായ മുഹമ്മദ് ഷാഫിയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച് അക്രമി സംഘം കടയിലെ മറ്റു തൊഴിലാളികളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. കൃത്യമായി മൂലക്കൽ ഭാഗത്തുള്ള ഒരു വിഭാഗം ആളുകൾ നേരത്തെ 2 തവണ കടയുടെ മുന്നിൽ വരികയും ഷാഫിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നും അവർ പോയി പിന്നീട് വന്നിട്ടാണ് കടയിലേക്ക് വന്ന് അറക്കും എന്ന് പറഞ്ഞ് കടയിൽ കയറി ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള വിവരമാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഇത്രയും വലിയ ഷാഫിയും അദ്ദേഹത്തിന്റെ കടയിലെ തൊഴിലാളികളും മാത്രമാണ് അവിടെ ഉള്ളത്. ഈ വരുന്ന ഏതാനും വിരലെണ്ണാവുന്ന ആളുകൾ 3000-ഓളം വരുന്ന ഒരു കൂട്ടത്തെ, ഒരു വിജയാഹ്ലാദം നടത്തുന്ന ആൾക്കൂട്ടത്തെ അങ്ങോട്ട് പോയി ആക്രമിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ആ ഒരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതാണ്. മറ്റൊന്ന്, ഭാഗ്യം കൊണ്ടാണ് ഈ ഷാഫി എന്ന് പറയുന്ന ആള് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. മുടിനാരിഴ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന്റെ കിഡ്നിയോട് ചേർന്ന് ഈ ആഴത്തിൽ ഇറക്കിയ കത്തി പോയിട്ടുള്ളത്. ഡോക്ടർമാർ പറയുന്നത് 1 മില്ലിമീറ്ററോ മറ്റോ പിഴച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കുമായിരുന്ന രീതിയിലാണ് അദ്ദേഹത്തിനുള്ള മുറിവേറ്റിട്ടുള്ളത്. വളരെ കൃത്യമായി അദ്ദേഹത്തെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അതിനൊരു 100 മീറ്റർ അപ്പുറത്തുള്ള പച്ചക്കറി കടയാണ്, അതും ഒരു SDPI പ്രവർത്തകന്റെയാണ്. ആ കട അടച്ചിട്ട കടയായിരുന്നു. ഞങ്ങൾ DYSP കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ആ സമയത്ത് കട തുറന്നു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്തുള്ള കട അടച്ച കടയായിരുന്നല്ലോ. അടച്ച കടയും വലിച്ച് മുഴുവൻ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. കാരണം അത് ഒരു SDPIക്കാരന്റെ കടയാണെന്നുള്ളത് മാത്രമാണ്. 1000-ഓളം വരുന്ന RSS പ്രവർത്തകരിൽ ഒരു വിഭാഗം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്നും SDPI നേതാക്കൾ ആരോപിച്ചു. വിജയാഹ്ലാദം മറയാക്കിക്കൊണ്ട് ഇന്നലെ 3 മണിക്കൂറിലധികം സമയം താനൂർ ടൗണിൽ അവർ വളരെ പ്രകോപനപരമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അനൗൺസ്മെന്റുകളും നടത്തുകയും വളരെ കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ചില കടകൾ അവർ ആക്രമിക്കുകയും ചെയ്തു. ഇത് വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരം എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. താനൂരിൽ ഈ സംഭവം നടന്ന ഉടനെ തിരൂരിൽ ആ സമയത്തുണ്ടായിരുന്ന BJPയുടെ നേതാക്കന്മാർ ഇത് SDPI നടത്തിയതാണ് എന്ന രീതിയിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവർ ഉടനെ തന്നെ പ്രസ്താവന, അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാതെ ഉടനെ തന്നെ അവർ പ്രസ്താവന നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കും, ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന രീതിയിലുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. AK അബ്ദുൾ മജീദ്, അഡ്വക്കേറ്റ് KC നസീർ, AK സൈദലവി ഹാജി, സദക്കത്തുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.